കിട്ടു 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 മോനെ, നിനക്ക് ചെവി കേൾക്കില്ലടാ പൊന്നുമോനെ. ഈ കുട്ടി നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. എനിക്ക് ഈ കുട്ടിയെ വഴി കിടന്ന് കിട്ടിയതാ. അവന് വേണ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക ഞാൻ. എന്നിട്ട് വല്ലവരെയും കണ്ടെത്തിയോ? ഇല്ല. പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ വഴിയിൽ ഉപേക്ഷിച്ചതാവാനാവും സാധ്യത. ആ കുട്ടിക്ക് ജന്മനാ ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ അവന് വർത്തമാനം പറയാനും പറ്റില്ല. മൂകനും ബദരനുമാണ് അവൻ. ഡഫ് ആൻഡ് ഡം. ജന്മനാ ഉള്ളതായതുകൊണ്ട് ഇതിനൊരു ട്രീറ്റ്മെന്റും ഇല്ല. അങ്ങനെയുള്ള കുട്ടിയെ മെനക്കെട്ട് പോറ്റണ്ടെന്ന് രക്ഷിതാക്കൾ വിചാരിച്ചിരിക്കും. അവനെ രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ ഡോക്ടർ? എന്തു മാർഗം? മദ്രാസിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ കൊണ്ട് ചേർത്താൽ കുറെ വർഷങ്ങൾ കൊണ്ട് അവൻ സംസാരിക്കാനാവും. അവര് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കും. നമ്മൾ അവനോട് സംസാരിക്കുന്നത് അവന് കേൾക്കില്ല. പക്ഷേ നമ്മുടെ ചുണ്ടിന്റെ ചലനം നോക്കി നമ്മൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവന് മറുപടി പറയാൻ പറ്റും. അതിന് ഒരുപാട് വർഷങ്ങൾ പിടിക്കും. ഒരുപാട് പണച്ചെലവും ആവും. കൊണ്ടുപോയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇവൻ വളർന്നു വരുമ്പോൾ സാധാരണ പൊട്ടന്മാരെ പോലെ കൈയൊക്കെ പൊക്കി ആംഗ്യ ഭാഷയിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ചുണ്ടിന്റെ ചലനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെന്റ്. ആരാ മോനെ അത്? എന്നാത്തിനാ നീ കരഞ്ഞേ? നിന്നെ വേണ്ടാത്തവിടെ കളിപ്പാട്ടം നിനക്കും വേണ്ട മോനെ. ഞാൻ വാങ്ങിത്തരാം. ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി. അനങ്ങാതിരുന്നു. എനിക്ക് കുറെ ടോയ്സ് വേണം. എന്തേലും സാർ? അങ്ങനെ പ്രത്യേകിച്ച് തരംതിരൊന്നുമില്ല. ഒരു കുട്ടി കളിക്കാൻ എന്തൊക്കെ വേണോ അതല്ല. മടിക്കണ്ട. ഇനിയും വേണോ? നിങ്ങളുടെ കുട്ടിയാ? അതെ. ആ, നിങ്ങളുടെ കുട്ടിയല്ലേ? എന്താന്നറിയില്ല, എന്റെ അടുത്ത് വന്ന ഏതോ മുജ്ജന്മ പരിചയം പോലെ കയ്യെ പിടിക്കുന്നോ സാരിയെ പിടിക്കുന്നോ വല്ലാത്ത സ്നേഹപ്രകടനം. ചോദിച്ചാലൊന്നും പറയില്ല.
പക്ഷെ ചോക്ലേറ്റ്സ് എത്ര കൊടുത്താലും വാങ്ങിച്ചോളൂ. എന്താ പേര്? പേരെന്തുവാ? കിട്ടു. ഹായ്, ബ്യൂട്ടിഫുൾ നെയിം. പപ്പടുത്തേക്കോ. എന്നെ എവിടെങ്കിലും വെച്ച് കണ്ടു കാണും, അതായി പരിചയം. ഏതായാലും കിട്ടുമെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കിട്ടു, പപ്പയും മമ്മിയും കുട്ടി ഒരിക്കൽ വീട്ടിൽ വരണം. ഇതെന്റെ അച്ഛന്റെ വിസിറ്റിംഗ് കാർഡ്. എന്റെ പേര് നീത. ഫോൺ നമ്പർ ഇതിലുണ്ട്. വൈഫിനെയും കുട്ടി തീർച്ചയായും വീട്ടിൽ വരണേ. കിട്ടു, എന്നാ പോട്ടെ. കിട്ടു, വരാതിരിക്കരുത്. ചോക്ലേറ്റ്സ് തരാം, ഒത്തിരി, ഒരുപാട് ഒത്തിരി. പോട്ടെ. ഏതാടാ ഈ മുജന്ത പരിചയം? എന്താ? നിങ്ങളാണോ ഈ കിരൺ? അതെ. ഞങ്ങളുടെ കുഞ്ഞന്തി. ഞങ്ങളുടെ കുഞ്ഞെന്തിയെന്ന് മാത്യു. നിങ്ങളുടെ കുഞ്ഞോ? അതെ, ഞങ്ങൾ അറിഞ്ഞു. കണ്ട റോഡിലും ബാറിലും ഒക്കെ കറങ്ങി നടക്കുന്നത്. അവൻ എവിടെയാണെന്ന് ചോദിച്ചത്. എങ്ങനെയാ, എവിടെ വെച്ചാ നിങ്ങൾക്ക് അവനെ കാണാതെ പോയത്? അതൊക്കെ ഞങ്ങൾ വേണേ പോലീസിൽ പറഞ്ഞോളാം. അവൻ എന്തിയെന്ന്. വരൂ. അവിടെ ഉണ്ട്. എടാ മാത്യു. മോനെ. എടാ മോനെ. കുട്ടാ, വാടാ. അവൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. അങ്ങനെ നിനക്ക് ഞാനൊന്ന് എടുക്കട്ടെ. എത്ര നാളായി. വേണ്ട വേണ്ട. നോക്കി, അവൻ നമ്മളെ പോലും മറന്നെന്ന് തോന്നുന്നു. മറന്നോടെ കുട്ടാ? പറയട കുട്ടാ. എന്താ നീ ഇങ്ങനെ നോക്കുന്നേടാ? ഒന്ന് ചിരിച്ചേ. പൊന്നെ, മമ്മീനൊന്ന് വിളിച്ചേ. എത്ര നാളായി വിളിച്ചിട്ട്? ഒന്ന് വിളിക്കേ. വിളിക്കടാ മോനെ, വിളിക്കടാ. അവനിപ്പോ മമ്മീന്നും വിളിക്കില്ല, ഡാഡിന്നും വിളിക്കില്ല. അവൻ ആകെ ക്ഷീണിച്ചിരിക്കല്ലേ. എന്ത് പറ്റിപ്പോയടാ മോനെ നിനക്ക്? എന്ത് മിടുക്കം കുട്ടനായിരുന്നു. അതെങ്ങനാ, നേരത്തും കാലത്തും ആഹാരം വല്ലതും ശരിക്കും കിട്ടണ്ടേ? അതുകൊണ്ട് എന്റെ മോനിങ്ങനെ ക്ഷീണിച്ചു പോയത്. വന്നതൊക്കെ വന്നില്ലേ, ഇനി പോട്ടെ. നമുക്ക് അവനെയും കൊണ്ട് അങ്ങ് പോവാം. വീട്ടിലെല്ലാരും കാത്തിരിക്കുക. മാത്യു നിങ്ങളെ അച്ഛനെന്നാണോ ഡാഡി എന്നാണോ വിളിക്കാറ്? അവൻ എന്നെ ഡാഡിന്നേ വിളിക്കാറുള്ളൂ. അല്ലേടാ കുട്ടാ? കുഞ്ഞിനെ താഴെ ഇറക്ക്. എന്തിനാ ഇറക്ക്? എന്തിനാന്നാ ചോദിച്ചത്? ഇറക്കടാ. ഡാഡി എന്നാണോ അച്ഛനെന്നാണോ വിളിക്കാറ്? ഡാഡിയെന്നാ വിളിക്കുന്നത്. മിണ്ടി പോരുത്, മൂക്കിടിച്ചാൻ പറഞ്ഞില്ലേ. പറടാ, അച്ഛനെന്നാണോ ഡാഡി എന്നാണോ? എനിക്ക് തെറ്റുപറ്റിയതാ അച്ഛാന്താ. ഓ, ആ പാവം പിടിച്ച കുഞ്ഞ് ജനിച്ചിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിന് ചെവിടും കേട്ടൂടാ. പൊട്ടനാ പൊട്ടൻ. എന്തിനാണ് ഇവിടെ വന്നത്? സത്യം പറയാം, എന്തുദ്ദേശിച്ചാണ് നീ ഇവിടെ വന്നത്? ഞാനെല്ലാം പറയാം സാറേ. സാറിന്റെ വീട് തല്ലരുത് സാറേ. ഞാൻ എല്ലാം പറയാം, സത്യം പറയാം. സത്യമായിട്ടും ഞങ്ങൾക്ക് 5-8 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോ സാറിന് നല്ലൊരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വന്നാ സാറേ. ഞങ്ങൾ പോയിക്കോളാം. ഓടിക്കോടി, തിരിഞ്ഞു നോക്കണം. ഓടിക്കോളാം. എടാ, നിന്നെയൊക്കെ ആരെങ്കിലും പറഞ്ഞു വിട്ടാണെങ്കിൽ അവന്മാരോട് ചെന്ന് പറഞ്ഞാൽ എന്റെ പേര് കിരൺ എന്നാണെന്ന്.
ആരൊക്കെയാണ് നിന്റെ പിന്നാലെ? ഒരിക്കൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറയടാ, നീ ആരാ? ഹലോ 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 ഹലോ. എന്തായി? നല്ല പണിയാ സാറ് കാണിച്ചത്. എന്തു പറ്റി? ആ പയ്യൻ ഒരു പൊട്ടനാണെന്നുള്ള കാര്യം നേരത്തെ പറയണ്ടേ സാറേ? ഞങ്ങളാകെ കുഴഞ്ഞു പോയില്ലേ? പൊട്ടനോ? ആ, അവൻ സംസാരിക്കുകയില്ല, അവന് ചെവി കേൾക്കില്ല. ഇതൊന്നും അറിയാതെ ഞങ്ങൾ അവനോട് സംസാരിച്ച് അയാൾക്ക് സംശയം തോന്നി. എന്നാ ഇടിയാ സാറേ അവൻ്റെത്. തീർച്ചയാണോ സംസാരിക്കില്ലായിരുന്നു? അതെ സാർ, അത് കണ്ടാലേ അറിയാം. ശരി. എന്നാലും അപകടം ഒഴിവാകുന്നില്ല. എന്നെങ്കിലും അവൻ ആംഗ്യത്തിലൂടെയോ മറ്റോ ആരെയെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ എല്ലാ ചുരുളും ഈസിയായി അഴിയപ്പെടും. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഒരു ചെറിയ പേജല്ലേ, അതുകൂടി അങ്ങ് കീറിക്കള. ആ അധ്യായം അങ്ങ് തീരട്ടെ. ഇപ്പോഴാകുമ്പോ വളരെ നിസ്സാരമാണ്. സമയം പോകുന്തോറും ആ അപകടം വളർന്നുകൊണ്ടിരിക്കും.